ജനനായകൻ ഫുൾ മൂവി 3 മണിക്കൂർ ഡ്യൂറേഷൻ HD പ്രിന്റ് ലീക്കായി അഥവാ ലീക്കാക്കി. കണ്ടവരും കേട്ടവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, ക്യാ അവരാത് ഹേ, ഇലക്ഷന് വേണ്ടി മാത്രമുണ്ടാക്കിയ സിനിമ റിലീസ് തടഞ്ഞു വെച്ചപ്പോൾ തന്നെ ഇങ്ങ് ചാടിപ്പോരില്ലല്ലോ. ഏത് ഇലക്ഷൻ കഴിഞ്ഞു വന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് കണ്ടവർ പറയുന്നത്. ഭഗവന്ത് കേസരി അതേപടി എടുത്തു വെച്ച് ഇടയ്ക്ക് രാഷ്ട്രീയം കയറ്റുന്ന സിനിമ കണ്ട് വോട്ട് ചെയ്യണമെങ്കിൽ ബ്രെയിൻ തലയിൽ നിന്നിറങ്ങി ബട്ടക്സിൽ വരണ്ടേ? ഇറക്കി വിട്ടുകൂടായിരുന്നോ സ്റ്റാലിൻ സാർ? ഇതാണ് പൊതു അഭിപ്രായം. കേട്ടറിഞ്ഞ സ്റ്റോറി. TVK എന്നാണ് അണ്ണൻ്റെ പേര്. ദളപതി വെട്രി കൊണ്ടാൻ TVK എന്ന് പച്ച കുത്തിയിട്ടാണ് ഇൻട്രോ പോലും. എല്ലാവരും അദ്ദേഹത്തെ നാഴികയ്ക്ക് 40 വട്ടം ദളപതി എന്നും വിളിക്കുന്നുണ്ട്. ഭഗവന്ത് കേസരി ആണെങ്കിലും യാതൊരു ബന്ധവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇനിമേ നീതാൻ തമ്പി, അരസിയൽ മാറണോ, നീ വരണോ, മാറ്റം വരും എന്നിങ്ങനെ പുട്ടിന് പീര് പോലെ വിരകിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. കാജൽ അഗർവാളിനെ ബാലയ്യ ആൻറ്റി എന്ന് വിളിക്കുന്ന സീൻ ഇവിടെ അണ്ണൻ പൂജയെ വിളിക്കുന്നു എന്നും കേട്ടറിവുണ്ട്. സെക്കൻഡ് പാർട്ട് എന്തിരൻ ദ റോബോട്ടൊക്കെ ഉണ്ടെന്നും ലോകരാഷ്ട്രങ്ങളെ ഒറ്റയടിക്ക് രക്ഷിച്ച് തമിഴ്നാട് മുന്നിക്ക് വരണമെന്നും പറച്ചിലുണ്ട്. ഇതുവരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നടന്മാരെ ഡ്യൂപ്പ് കെട്ടി അണ്ണൻ്റെ പിന്നിൽ ചേരുന്ന പോലെ സീൻസ് ഉണ്ടെന്നും കേൾക്കുന്നു. കൂടെ അണ്ണൻ വരുമ്പോൾ കരുണാനിധിയുടെ ഫോട്ടോ നിന്ന് കത്തുന്നു, MGR ആയി അവതരിക്കുന്നു, അമ്മാതിരി സാധനങ്ങളും ഉണ്ടെന്നാണ് വെപ്പ്. പ്രകാശ് രാജിനെ കരുണാനിധിയായിട്ടാണ് കാണിക്കുന്നതെന്നും 2 എക്സ് പോലീസുകാരുടെ കഥ പറയുന്ന സിനിമ ലോക ഭീകരവാദങ്ങൾ, ടെററിസം എല്ലാം പറഞ്ഞ് വീണ്ടും തമിഴ്നാട് ഇലക്ഷനിലേക്ക് പോകുന്നു എന്നും ആക്ഷേപണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിനോദിന്റെ പേര് വെച്ച് അണ്ണൻ തന്നെ സിനിമ പിടിച്ചതാവാം, ശേഷം അണ്ണൻ തന്നെ ഇറക്കി വിട്ടു എന്നും കേൾക്കുന്നു. സിനിമയുടെ സ്റ്റോറി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കണ്ട ഒരുത്തൻ പറഞ്ഞത്, இந்த ജനങ്ങളെ ഭയപ്പെടുത്തണമെന്ന് അടിക്കടി മർഡർ പണ്ണണം, ഇല്ലന പാൽ കുടിക്കണം. പ്രേക്ഷകൻ കുടിടാ കുടി. സ്വയം ഗ്ലോറിഫൈ ഒരു വശത്ത്, ഭഗവന്ത് കേസരി വേറൊരു വശത്ത്, തമിഴ്നാട് ഇലക്ഷൻ മറ്റൊരു വശത്ത്. കരിയറിൻ ഉച്ചത്തെ ഉതറിയിട്ട് വന്ന ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ആവണമെന്നില്ല. നല്ല സ്റ്റോറിയുള്ള സൂപ്പർ മൂവി ആയിരിക്കാം. ഇതൊക്കെ കേട്ടറിവാണല്ലോ. ഡയറക്റ്റ് OTTയോ തിയേറ്ററോ വരുമായിരിക്കാം. ഇലക്ഷൻ കഴിയും മുമ്പേ ആയിരുന്നെങ്കിൽ കിട്ടാനുള്ള വോട്ട് കൂടി പോകാനും ചാൻസ് ഇല്ലാതെ ഇല്ല.